ഹായ്, ഹലോ, നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് 3 പേർക്കും കൂടി കുളത്തൂപ്പുഴയിൽ ചെന്ന് ലാലിച്ചാനെ കണ്ട് സംസാരിച്ചാലോ? ലാലിച്ചായനെ അറുത്തു മുറിച്ച പോലെ 2 വാക്ക് പറയും. നമ്മളത് കേട്ടോണ്ട് തിരിച്ചു പോരും. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലാലിച്ചാൻ എന്തെങ്കിലും പറയട്ടെ, നമുക്കത് കാര്യാക്കണ്ട. നമുക്ക് ആ പെണ്ണിനെ കണ്ട് ഭീഷണിപ്പെടുത്താം. ലാലിച്ചായനെ അറിഞ്ഞാൽ നമ്മളെ നേരെ വരും. അറിഞ്ഞോട് ചെയ്യാനല്ല പറഞ്ഞത്. അതെ, രഹസ്യമായി അവളെ വിളിച്ചു മാറ്റി നിർത്തി ചെറിയൊരു ഭീഷണി കൊടുക്കാം. എന്ന് വെച്ചാ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തൂന്നല്ല. അല്ലാതെ പിന്നെ എന്ത് ഭീഷണി? വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പറയാം. MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വികാരി അച്ഛൻ, പഞ്ചായത്ത് മെമ്പർ, 100 കണക്കിന് റിലേറ്റീവ്സ്, ഇവരെല്ലാരും കൂടി വന്ന് അവളെ ഇവിടുന്ന് തീർച്ചയായും എടുത്ത് കളയുമെന്ന് പറയണം. അവക്ക് പേടി തോന്നണം. കുളത്തുപുഴയിൽ അവളുടെ ലൈഫിന് യാതൊരു സെക്യൂരിറ്റി ഇല്ല. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവള് പിന്നെ അവിടെ നിൽക്കാൻ ധൈര്യപ്പെടില്ല. ആരും ഇല്ലല്ലോ സഹായത്തിന്, എല്ലാരും എതിരല്ലേ. രക്ഷപ്പെട്ടാ മതിയെന്ന് തോന്നിക്കോളൂ. റോബിച്ചായ, റാണിമോൾക്കിപ്പോ ടോണിയെ കാണണമെന്ന്. ടോണിയെ കാണണം പറഞ്ഞാ ഇവിടെ ഞങ്ങളുടെ മണി കിടക്കണോ? ടോണിയെ വിളിച്ചു വരുത്തുവോന്നാ ചോദിക്കുന്നേ. നീ എന്തിനടി ടോണിയെ കാണുന്നത്? അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ? ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. എനിക്ക് ടോണിച്ചായനെ ഇഷ്ടം. ഇണ്ടിപ്പോട് നീ. നിനക്ക് അവനെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു തന്ന് നിന്റെ കൈവെള്ളം വെച്ച് തന്നല്ലോടി. ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോടി അതുപോലൊരു ചെറുക്കനെയും അതുപോലൊരു സുഖമായൊരു ജീവിതവും? കോഹിന്നൂർ രക്തം കൊണ്ടുനടക്കുന്ന പോലെ അല്ലായിരുന്നോടി അവൻ നിന്നെ കൊണ്ടുനടന്നത്, അല്ലേ? ഇപ്പോഴും അങ്ങനെയാ. ടോണിച്ചായനെ വിളിച്ചു വരുത്തിയാൽ മതി, ഞാൻ പോയിക്കോളാം. അവന്റെ പട്ടി മരത്തിൽ ഇനി വിളിച്ച അവൻ ഇനി നിന്നെ വേണ്ട. അതുകൊണ്ടല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞത്. ടോണിച്ചായൻ എന്നെ ഇഷ്ടമാണല്ലോ. കോപ്പാണ്. എല്ലാം നീ തകർത്ത് കളഞ്ഞില്ലടി. കയ്യിൽ കിട്ടിയ ജീവിതം സന്തോഷിച്ച് ജീവിക്കുന്നതിന് പകരം നീ പിഴച്ചു പെറ്റ കൊച്ചിനെ നേടാൻ പോയതുകൊണ്ടല്ലേടി അവൻ നിന്നെ കൈവിട്ട് കളഞ്ഞത്. എന്നിട്ടും കൊച്ചിനെ കെട്ടിയോ? ഇല്ല. ടോണിയുടെ കൂടെ ജീവിക്കാൻ പറ്റിയോ? അതുമില്ല. എനിക്കെന്റെ കുഞ്ഞിനെത്താ, എനിക്ക് അതിനെ കിട്ടിയാൽ മതി. ടോണിച്ചായ വേണ്ട. നിനക്കൊരു കോപം കിട്ടത്തില്ല. ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല, കഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. ടോണിച്ചായൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു തരാന്ന്. പിന്നെ അവൻ നിന്റെ സന്തതിയെ കണ്ടുപിടിച്ചു തരാൻ പോവല്ലേ? ടോണിച്ചായ വാക്ക് പറഞ്ഞതാ. അവൻ അവന്റെ പാട്ടിന് പോയിടി. അല്ലെങ്കിലും ആ കുഞ്ഞിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അത് മഞ്ഞപ്പിത്തം വന്ന് മരിച്ചുപോയില്ലേ? ഇല്ല ഇല്ല, റോബിച്ചായൻ കള്ളം പറയാ. എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നാ മതി, എനിക്ക് വേറെ വേണ്ട. നിനക്ക് ഞങ്ങള് കുഞ്ഞിനെയും ടോണിനെയും ഒക്കെ ശരിയാക്കി തരാം. ജീവിക്കാൻ അറിയാത്ത കഴുത. ആൽബിച്ചായൻ ഇത്രയ്ക്ക് വെളിവില്ലേ? കൊള്ളാം. കൊണ്ടുപോവളെ മുറി കൊണ്ട് അടച്ച് ഒരു കോടിച്ചാരം തേടി ഇറങ്ങിക്കുന്നു. കൊണ്ടുപോവളെ. ഞാൻ ചെയ്ത എന്താ കുഴപ്പം എന്റെ പഞ്ചേട്ടാ? അതല്ല കുഞ്ഞെ, ഗ്യാസാവ് കണ്ട എന്റെ നേർക്ക് ഷൗട്ട് ചെയ്യും. അന്നേരം എന്റെ പഞ്ചേട്ടൻ പറയണം മനഃപൂർവ്വം കുഞ്ഞിന്റെ മേടിച്ച് ചെയ്താണെന്ന് പറയണം. അപ്പൊ കിണൽ എന്നോട് ഷൗട്ട് ചെയ്യട്ടെ. കുഞ്ഞെ അതിങ്ങ് തന്നേക്ക് കുഞ്ഞെ. ഇതൊക്കെ രാവിലെ ചെയ്യേണ്ടതല്ലേ എന്റെ പേട്ട? ചെടികളൊക്കെ വാടിപ്പോയല്ലോ. വൈദ്യനോട് പറഞ്ഞ ഏൽപ്പിച്ചതാ, അവൻ മറന്നുപോയി. ഇന്നലെ
ഇതൊന്നും ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞെ, സാബിനോട് പറയല്ലേ, മൈജുന്റെ പണി പോവും. എന്റെ പെട്ട ഇത് പിടിച്ചേ. ഞാൻ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നോടി ചിന്നമ്മേ. എനിക്കറിയായിരുന്നു ഇന്ന് വരുമെന്ന്. ഞാൻ ദേ ഇപ്പൊ വല്യപ്പച്ചന്റെ കാര്യം പറയാൻ തുടങ്ങായിരുന്നു. അപ്പോഴേക്ക് എത്തിക്കഴിഞ്ഞു. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി അറിയോ? ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ, ഞാൻ ഇന്നലെ അല്ലേടി കൊച്ചെ ഇവിടുന്ന് പോയത്. ഓ, ഇന്നലെയാണല്ലേ. എനിക്കെന്തോ ഒരുപാട് ദിവസം പോലെ തോന്നുന്നു. ആ അതങ്ങനെ സ്നേഹമുള്ളവരെ അരമണിക്കൂർ കാണാതിരുന്ന 5 ദിവസമായിട്ട് തോന്നും. അതൊക്കെ പോട്ടെ, പുനലൂരെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കേക്കട്ടെ. എന്റെ മോളെ ഒന്നും പറയണ്ട, ആകെ മൊത്തം ടോട്ടൽ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞു കിടക്കുക. ഭയങ്കര മഴയും വെള്ളപ്പൊക്കമായിരുന്നോ പുനലൂര്? ഓ ഞാൻ പറയുന്നു ഒന്ന് കേക്കടി. നീ ഇവിടെ വന്ന വിവരം അറിയാൻ ആരുമില്ല ബാക്കി. ഭയങ്കര കുഴപ്പമായോ? ആയോന്ന് ലാലിച്ചന്റെ അഞ്ചലിലുള്ള ഭാര്യ വീട്ടിൽ ഭൂകമ്പം, പുനലൂരിൽ കൊട്ടാരമറ്റം തറവാട്ടിൽ ചുഴലിക്കാറ്റ്, ആൽബിയുടെ ഔസേപ്പച്ചന്റെ വീട്ടിൽ സുനാമി. എന്നെ കൊണ്ട് അത്രയൊക്കെ സാധിച്ചോ? എല്ലാരും കൂടെ ലാലിച്ചനെ എന്നെ ഹിംസിക്കാൻ വേണ്ടി പാഞ്ഞു വരുമോ? അങ്ങനെ വരാൻ ആർക്കാ ധൈര്യം? നിന്റെ അപ്പനുണ്ടല്ലോ, കേണൽ സ്റ്റാൻലി ജോസഫ്. അവനൊരു സിംഹമായതുകൊണ്ടാ. അല്ലെങ്കിൽ എല്ലാവരും കൂടി പന്തവും കൊളുത്തി പടയുമായിട്ട് വന്നേനെ, നിന്നെ ഇവിടുന്ന് തുരത്തി ഓടിച്ചേനെ. എല്ലാരും കൂടെ വന്നാ നമ്മുടെ കേണലിനെ ഉപദ്രവിക്കോ? കേണലിന്റെ കയ്യിലേ ഇരട്ടക്കൊഴൽ റൈഫിളാ ഉള്ളത്. അത് കാണുമ്പോ തന്നെ എല്ലാവന്റെയും മുട്ടുകാലി വിറയ്ക്കും. കേണലിനെ തൊടാൻ ധൈര്യമുള്ള ഒരുത്തനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ നിന്നെ ഇവിടുന്ന് പറിച്ചു മാറ്റാൻ അവര് 18 അടവും പയറ്റും. ഞാൻ സ്ഥലം വിട്ട് പോകേണ്ടി വരുമോ വല്യപ്പച്ച? നമുക്ക് നോക്കാന്നേ. അട്ടെ, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഒരു ദിവസം കൊണ്ട് എന്റെ വിശേഷം. ഞാൻ സമരം തുടങ്ങി വല്യപ്പച്ച. ലാലിച്ചനെതിരെ. എന്നാ സമരം? ഉപവാസം. ലാലിച്ചനെതിരെ ഉപവാസം? കൊള്ളാം കൊള്ളാം. നീ പട്ടിണി കിടന്ന് ചത്തുപോകും മോളെ. എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാ ഉപവാസം. ഇന്ന് ഉപവാസമാണെങ്കിൽ നാളെ ഞാൻ മൂക്കുമുട്ട തിന്നും. എന്നിട്ട് മറ്റന്നാൾ ഉപവാസം. തോക്ക് പിടിച്ച് ശത്രുവിന്റെ നേർക്ക് യുദ്ധം ചെയ്ത പട്ടാളക്കാരനോടാണോ കുഞ്ഞെ നിന്റെ നിരാഹാരം? അവൻ ഇതൊക്കെ വെറും പുല്ല. വല്യപ്പച്ച, എന്റെ കയ്യില് തോക്കില്ല, കടാരയില്ല. കേണലിനെ പേടിപ്പിക്കാൻ ഒരു പേന കത്തി പോലും ഇല്ല. ഞാൻ നോക്കിട്ടോ ഒറ്റ വഴിയെ കണ്ടുള്ളൂ, ഉപവാസം. ലാലിച്ചന് അറിയാവോ നീ സമരം ചെയ്യാണെന്ന്? ഞാൻ പറഞ്ഞല്ലോ. വേണ്ടായിരുന്നു മോളെ. വല്യപ്പച്ചൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്റെ കൂടെ നിൽക്കത്തുള്ളൂന്ന്. ആ അതൊക്കെ ശരിയാ. എന്നാലും ഇത് കുറെ കടുപ്പല്ലേ? ഒന്നരാടം ദിവസം പട്ടിണി കിടക്കാന്നൊക്കെ പറഞ്ഞ വിശകത്തില്ലേ മോളെ? ഞാൻ എന്തോരം വിശപ്പ് സഹിച്ചിരിക്കുന്നു സ്നേഹനികേതനത്തിൽ വെച്ച്. വല്യപ്പച്ചൻ വാക്ക് തെറ്റിക്കോ? ഇല്ല മോളെ, ഞാൻ നിന്റെ കൂടെയാ. സമരം നമ്മൾ ജയിക്കും വല്യപ്പച്ച. ലാലിച്ചൻ കോംപ്രമൈസിന് വരും, ഉറപ്പാ. എന്നാലും പട്ടിണി കിടക്കാത്ത എന്തേലും സമരമായിരുന്നു നല്ലത്. ഇത് കുഴപ്പമില്ല വല്യപ്പച്ച. ഏതായാലും ഞാൻ ലാലിച്ചനൊന്ന് കാണട്ടെ. ആ ക്യാഷ് ബോണസ് കൊടുക്കാൻ വേണ്ടി നീക്കി വെച്ചു എന്നല്ലേ എന്നോട് പറഞ്ഞത്? അതെടുക്കരുത്. പുതിയ മിഷൻ വാങ്ങണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണം. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി.
കാലിച്ച നീ ഫോണിലാണോ? ആ കഴിഞ്ഞു. അല്ല ഇന്നലെയല്ലേ ഇവിടുന്ന് പോയത്, അതോ നിലഞ്ഞാന്നോ? ആ ഞാനിങ്ങ് പോന്നു. ഞാൻ മധ്യസ്ഥം പറയാനില്ലെങ്കിൽ നിങ്ങൾ അപ്പനും മകളും കൂടെ തമ്മിൽ തല്ലും, ശരിയല്ലേ? ഞാൻ ഇവിടുന്ന് പോയ ശേഷം നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിൽ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. ആ ഇല്ലെന്ന് എനിക്കറിയാം. നീ ആരാ മോൻ, അവളാരാ മോള്? കട്ടയ്ക്ക് നിൽക്കും രണ്ടുപേരും. അപ്പച്ചനറിഞ്ഞോ, അലീന എന്നോട് സമരം ചെയ്യ, നിരാഹാരം, അതിന് ഉപവാസം എന്ന് ഓമന പേരിട്ടിരിക്കുന്നു. ഗാന്ധിജി പോലും ഉപവസിക്കാൻ പറഞ്ഞിട്ടുണ്ടത്രേ. അദ്ദേഹമല്ല ഇത് കണ്ടുപിടിച്ചത്, സത്യാഗ്രഹവും നിരാഹാരവും എല്ലാം. സ്റ്റാലിയെ മര്യാദ പഠിപ്പിക്കാമെന്ന അവളുടെ വിചാരം. സ്റ്റാലിയുടെ സുപ്പീരിയേഴ്സ് നോക്കിയിട്ട് സ്റ്റാലിയെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ അലീന? നീ മര്യാദ പഠിക്കത്തില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. പക്ഷേ ഇന്നലെ വന്ന ചിന്നമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഇവിടുത്തെ ഡിസിപ്ലിൻ സ്റ്റാലിൻ നിശ്ചയിക്കും, അല്ലാതെ അലീനയല്ല. അപ്പച്ചൻ വന്ന നന്നായി, ഇല്ലെങ്കിൽ ഇവിടെ. എനിക്ക് മനസ്സിലായി, അതല്ലേ ഞാൻ ഓടി വന്നത്. എനിക്കും കൂടെ പറഞ്ഞ വഴി. എന്ത് ധൈര്യത്തില? അതോ ഒരു മിലിറ്ററിക്കാരനോട് സംസാരിക്കുമ്പോ ഞാനും ആ ലെവലിലോട്ട് വരണ്ടേ? ഇത് മിലിറ്ററി അല്ലേ? ഇതടിച്ചോണ്ട് അപ്പച്ചൻ അലീനയുടെ മുമ്പിലോട്ട് ചെല്ലാൻ പറ്റുമോ? നീ ഒഴിയടാവുകയെ. നീ എന്നാ വിചാരിച്ചേ? എനിക്ക് ചിന്നമ്മ പേടിയാണെന്നോ? എനിക്കൊരു പേടിയില്ലടാ. നീ ഒഴിച്ചോ? ഐസ് വേണ്ട, ഐസ് വേണ്ട. നമ്മള് ചൂടായിട്ട് സംസാരിക്കുമ്പോ ഐസ് ഇട്ടാ തണുത്തു പോവും. നീ ഇരിക്കില്ല അലിച്ച, നമുക്ക് സംസാരിക്കാം. അപ്പച്ചൻ അലീനയ്ക്ക് വേണ്ടി സന്ധി സംഭാഷണത്തിൽ വന്നതാണെങ്കിൽ അത് നടപ്പില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. സന്ധി സംഭാഷണം നടത്താൻ നീ പാകിസ്ഥാൻ പട്ടാള മേധാവിയോ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഒന്നും അല്ലല്ലോ. നിന്നോട് ഞാൻ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇവിടെ എനിക്കെതിരെ അലീന യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണെന്ന് നീ വിചാരിച്ചോ? എന്റെ പട്ടി വരൂ. ഈ ഒരു കാര്യത്തില് ഞാൻ നിന്റെ കൂടെ ആലോചിച്ച നിന്നോട് സമരം ചെയ്യാന്ന് വെച്ചാ അത് എന്നോട് സമരം ചെയ്യുന്നത് പോലെയാ. അപ്പച്ചൻ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ അവള് ഭയങ്കര വാശിക്കാരിയ. നിന്റെ അല്ലേ സന്തതി. വെറുതെ പട്ടിണി കിടന്ന് അവനവന്റെ ആരോഗ്യം കളയണ്ടാന്ന് അപ്പച്ചനോട് പറഞ്ഞേക്ക്. ആരോഗ്യം കുറച്ച് പൊയ്ക്കോട്ടെ, അന്നേരം അഹങ്കാരത്തിനും കുറവ് വരും. ഈ എനർജി കൂടുമ്പോഴാ അനുസരണക്കേടും കൂടുന്നേ. പറഞ്ഞാ കേൾക്കുന്നില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളിൽ അലിച്ച. എന്ത് വഴി? എവിടുന്നാണോ അവളെ വിളിച്ചു വരുത്തിയത് അവളെ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്കുക. എപ്പ വേണ്ടെന്ന് തോന്നിയാലും തിരിച്ചു വിട്ടേക്കാനല്ലേ ആ പാലക്കാരൻ മേനോൻ പറഞ്ഞേച്ചു പോയത്. അല്ല, അതെങ്ങനെ ശരിയാവും? നമുക്ക് പറ്റത്തില്ലെങ്കിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? അവളുടെ അമ്മയുടെ വീട്ടുകാർ നോക്കട്ടെ. അവർക്കല്ലേ നമ്മളെക്കാട്ടിൽ ഉത്തരവാദിത്വം. നമ്മൾ എന്തിനാ ഈ തലവേദനയൊക്കെ വെച്ചോണ്ടിരിക്കുന്നേ? ഒന്നാമതേ കല്യാണപ്രായമായ പെണ്ണ്, കെട്ടിച്ചു വിടേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തലേ വരും. ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. അങ്ങനെ വേറെ ആരുടെ അവതാരം നോക്കി പോകേണ്ട ഗതികേടൊന്നും എന്റെ മോൾക്കില്ല. പക്ഷേ കൊല്ലപ്പള്ളിക്കാർക്കും അവകാശവും കടമയുണ്ടല്ലോ. എന്തവകാശം? കൈക്കുഞ്ഞായിരുന്നപ്പോ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞവർക്ക് എന്ത് കടമ? അവരങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എന്റെ മോൾക്ക്
ഇത്രയും കാലം ഓർഫനേജ് ജീവിക്കേണ്ടി വന്നത്. അതോർത്താൽ എനിക്ക് അവരോടുള്ള ശത്രുത ഈ ജന്മത്തെ തീരില്ല. പക്ഷേ വേറൊന്നും കൂടി നീ ഓർക്കണം, അവരാണ് നിന്റെ മകളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അത് അവരല്ല, ബാലചന്ദ്രമേനോ. അയാളൊരു മാന്യനായതുകൊണ്ട് എന്റെ മകളെ എനിക്ക് തിരിച്ചു തന്നു. അവളുടെ മേലുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അത് തെളിയിക്കാൻ എനിക്ക് പറ്റൂ. എന്ന് വെച്ച് അവൾ എന്ത് തോന്നിയാസം കാണിച്ചാലും നമ്മളത് സഹിക്കണമല്ല അച്ഛ. സംരക്ഷിക്കാനുള്ള അവകാശം നിനക്കുണ്ടെങ്കിൽ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശവും നിനക്ക് തന്നെ. അത് ശരിയാ. എന്നാ നീ അവളോട് ധൈര്യമായിട്ട് പറ, യു സ്റ്റോപ്പ് യുവർ ബ്ലഡി ഉപവാസം. ശരിയാണോ ഞാൻ പറഞ്ഞേ? പക്ഷേ നമ്മൾ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അലിയിലേക്ക് ഇവിടുത്തെ ജീവിതം വർദ്ധിക്കില്ലോ. അവൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചാലോ? അവൾക്ക് എന്നോട് വലിയ ആത്മബന്ധമൊന്നുമില്ലല്ലോ. ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. അങ്ങനെ തുമ്മിയാതിരിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ച് പോട്ടൊന്ന് വെക്കണം. നിനക്കും അവളോട് അത്ര വലിയ ആത്മാർത്ഥതയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇങ്ങോട്ട് എത്രയുണ്ടോ അത്രയും മതിയല്ലോ അങ്ങോട്ടും. പോരെ? രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മക്കൾക്ക് അപ്പനോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ അപ്പൻ മക്കളെ സ്നേഹിക്കണം. എന്നാൽ മക്കൾ അപ്പനെ സ്നേഹിച്ചില്ലെങ്കിലും അപ്പന് മക്കളോട് സ്നേഹം ഉണ്ടാകും. ശരിയല്ലേ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇത് നീ വിട്ടുകൊടുക്കരുത്. പെൺപിള്ളേർക്ക് ഇത്രയും പിടിവാശ കൊള്ളത്തില്ല. ഇന്നലെ ഇവിടുന്ന് പോയ അപ്പച്ചൻ വാസ്തവത്തിൽ എന്നെ കാണാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആണോ? ചിന്നമ്മയെ കാണാൻ വേണ്ടിയല്ലേ? അവളോട് കൂട്ടുകൂടാൻ വേണ്ടിയല്ലേ? അപ്പച്ചാ, എന്റെ അടുത്ത് എന്തിനായി അഭിനയം? അപ്പോ നിനക്കെല്ലാം മനസ്സിലായി അല്ലേ? മനസ്സിലായി. കള്ളം വെച്ചോണ്ട് തട്ടിവിട്ടേക്കുവാ. ഞാനത് പൊട്ടനാണോ? എന്നാ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ നിനക്ക് ശക്തമായ പിന്തുണയുമായിട്ടാ വന്നത്. അതിശക്തമായ സപ്പോർട്ട്. എനിക്കെന്തിനാ അപ്പച്ചന്റെ സപ്പോർട്ട്? പുഴുകി തിന്നാനോ? ഇവിടെ മോനെ, നീ ഒരുപാടങ്ങ് അഹങ്കരിക്കല്ലേ. റീത്താമ്മ ഇവിടുന്ന് പോയിട്ട് അഞ്ജലി ചെന്ന് അവളുടെ ആൾക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി അലീനയുടെ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു അനുഭവം വിട്ടാലോ എന്ന് വരെ അവർ ആലോചിക്കുന്നുണ്ട്. അതും പോരാഞ്ഞ് നമ്മുടെ ബന്ധുക്കാരെയും സ്വന്തക്കാരെയും എല്ലാം വിളിച്ച് അവരെല്ലാ വിവരവും പറഞ്ഞു. ഈ അലീനയെ ഇവിടുന്ന് എങ്ങനെ ഓടിച്ചു വിടാമെന്നാ അവര് കൂട്ടായി ആലോചിക്കുന്നത്. ആൽബിയും റോബിച്ചനും കൂടി എന്നെ പിടിച്ച് വിഴുങ്ങിയേനെ. അലീനയുടെ കാര്യത്തിൽ ഞാൻ നിനക്ക് കൂട്ട് നിന്നെന്നും പറഞ്ഞ എന്നോട് കലി. ഔസേപ്പച്ചൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവന്റെ അട്ടഹാസം കേൾക്കേണ്ടി വന്നില്ല. അവരെല്ലാരോടും കൂടി ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ അവർക്ക് മറുപടി കൊടുക്കാം. ഇങ്ങോട്ട് വരാൻ അവർക്ക് പേടിയാ. നീ പട്ടികളെയെല്ലാം അഴിച്ചുവിട്ട് കടിപ്പിച്ചെങ്കിലും ഒന്ന്. നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇതാ ഞാൻ നിനക്കൊരു പിൻബലമായിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാ. എനിക്കാരുടെയും പിൻബലം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഞാന് ഇപ്പൊ അലീനോട് എന്താ പറയണ്ടേ? ഒന്നും പറയണ്ട. അവിടെ ഇരികേറ്റാതിരുന്നാ മതി. കേണലിനെ കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞോ? അവനാകെ ദേഷ്യത്തില. ചിലപ്പോ പുനലൂർക്ക് പോയേക്കൊന്നാ തോന്നുന്നേ. അതെന്തിനാ? ആർക്കറിയാം. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? നീ പ്രശ്നക്കാരിയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നെ പോലെ ഒരു അഹങ്കാരി ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട, പാലായിക്ക് വണ്ടി കയറ്റി വിട്ടേക്കാൻ. അന്നേരം കേണൽ എന്നാ പറഞ്ഞു? അവൻ പിടിതരുന്നില്ലെന്ന്. ഞാൻ നിന്റെ കക്ഷിയാണെന്ന് അവന് മനസ്സിലായി. വല്യപ്പച്ചനോട് ദേഷ്യപ്പെട്ടോ? എന്നോടും അത്ര രസത്തിലല്ല. സാരയില്ല. പക്ഷേ
ഈ ഉപവാസം വേണോ മോളെ? സ്വന്തം തടി കേടാക്കുന്ന പരിപാടിയല്ലേ ഇത്. എന്റെ തടി കേടായാലും വേണ്ടില്ല, ഒരാളുടെ മനസ്സിന്റെ കേട് തീർക്കാൻ. ഇതൊന്നും ലാലിച്ചും കേൾക്കണ്ട കേട്ടോ. ഒരു കാര്യം എനിക്ക് തീർച്ചയായും, ഈ സ്റ്റാൻലി പപ്പയും ഭാര്യയും മക്കളും കുടുംബക്കാരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വല്യപ്പച്ചൻ അതൊന്നും എന്നോട് പറയുന്നുമില്ല. എന്റെ മോളെ, എനിക്കൊന്നും അറിയാൻ മേലെന്നേ. കേണലിന്റെ വൈഫ് എന്തുകൊണ്ടാ ഇങ്ങോട്ട് വരാത്തത്? ഒരു പ്രാവശ്യം പോലും വന്നില്ലല്ലോ. അഞ്ചൽ എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. പിന്നെ